ഏറനാടിന്റെ ഭൂതകാലത്തെ വരച്ചിരുന്ന നോവലാണ് കോന്തലയിൽ കെട്ടിയ ചാർമിനാറുകൾ. ഓർമ്മകളുടെ പേറ്റിൽ ക്രിസ്റ്റൽ ക്ലിയറായി ബാക്കി നിൽക്കുന്നത് അത്രയും പെൺമുഖങ്ങളാണ്. നെല്ലുകുത്തുപുഴയും വല്യമ്മയും ഉമ്മയും ഗൗരിയിടത്തിയും മീനാക്ഷി ടീച്ചറും ഉണ്ണിപ്പാത്തുമ്മയും കാക്കപ്പെണ്ണും നബീസവും പമ്പത്തി ആസിയയും. കത്തുകളിലൂടെ വളരുന്ന കാഴ്ചകളും കാലവും കഥയും പറയുന്ന പെൺകുട്ടിയും. അങ്ങനെ അങ്ങനെ കഥ പടരുന്നു. കത്തുകളായി ഓർമ്മകളുടെ രൂപത്തിൽ കഥകൾ ഒഴുകിപ്പരക്കുന്നു. ഓർമ്മകളുടെ കഥാകാരി കുട്ടിയിൽ നിന്നും വളർന്നു മുതിരുമ്പോഴും കുട്ടി നോട്ടങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നേടുന്നില്ല. നെറ്റ് തീർന്നാൽ ദാഹിക്കുന്ന വാഹിയോസിനും അലൻസോളയും അങ്ങാടി ഭരിക്കുന്ന വർത്തമാന കാലത്ത് നിന്ന് ഇതൊന്നുമല്ലാത്ത ഒരു അപരിചിത കാലത്തെ. ഇത് വായിച്ച എന്നെ സംബന്ധിച്ച് അതൊരു അപരിചിത കാലമാണ്. അതുപോലെയുള്ള അപരിചിത ഭാഷ്യത്തെ, ഏറനാടിന്റെ നാട്ടുവരക്കങ്ങളെ, അപരിചിത മനുഷ്യരെ, അവരുടെ മനോവ്യാപാരങ്ങളെ അനുഭവിപ്പിക്കുകയാണ് നോവൽ. ഒരേ സമയം നൊസ്റ്റാൾജിക്കും റിയലിസ്റ്റിക്കുമാകുന്നു. ചുറ്റും നടക്കും പോലെ കഥാപാത്രങ്ങൾ നമുക്ക് പരിചിതരാകുന്നു. നടവരമ്പും നക്ഷത്രക്കൂട്ടങ്ങളും ചക്കയും മാങ്ങയും, നെല്ലുകുത്തുപുരക്കൂട്ടം കൊടുത്ത് തൻ്റെ ഇടവും വാത്സല്യവും, ആടുകളും കോഴികളും, നാടകവും, പ്രിയപ്പെട്ട ബാപ്പയും, കോൺഗ്രസും ഇന്ദിരയും, മന്ത്രച്ചരടുകളിൽ ചിരിയെ ബന്ധിച്ച കാക്കപ്പെണ്ണും, നാട് തെണ്ടുന്ന പെൺകുട്ടിയെക്കാളും കാലത്തെ ഉൾക്കൊള്ളുന്ന വല്യമ്മയും. വല്യമ്മ കരുതലിന്റെ കടലാണ്, അപരസ്നേഹത്തിന്റെ വെട്ടമാണ്. പുജ്ജ് പൂമ്പാറ്റയായും തിരിച്ച് പുജ്ജായും മാറുന്ന ജീവിതത്തിന്റെ കുരമറച്ചിലുകൾ, ഓർമ്മകളുടെ സൗഗന്ധികം പേറുന്ന ഏറനാടൻ കാറ്റ്, ജീവിതങ്ങൾ, ജീവിതങ്ങളുടെ ഒഴുക്ക്, അതിന്റെ പടർപ്പ്, അടയാളപ്പെടാതെ പോയ മനുഷ്യർ, അവരുടെ സ്നേഹം, ദുഃഖം, സന്തോഷങ്ങൾ, പരിസരങ്ങൾ, പരിണാമങ്ങൾ. നോവൽ ഒരു കാലത്തെ തന്നെ അടയാളപ്പെടുത്തുന്നു. നോവലിന്റെ മുഖചിത്രം പോലെ പൂത്തുലയുന്ന പെൺമയാണ് ഇതിന്റെ ഉൾക്കാമ്പ്. ബാപ്പയില്ലാത്ത ആദ്യത്തെ രാത്രിയിൽ, സുഗന്ധം അത്രയും തീർന്നുപോയ രാത്രിയിൽ, മറ്റാർക്കും നിർവചിക്കാനാവാത്ത സുഗന്ധമായി വന്ന സംഗീതം കാലത്തിന്റെ കരുണ തന്നെയാണ്. കോന്തലയിൽ കെട്ടിയ ചാർമിനാറുകളിൽ നിറച്ചിരിക്കുന്നത് ഒന്ന് മാത്രമാണ്, അത് അൻപാണ്. അൻപിൽ നിന്നാണ് ഈ മഴ അത്രയും പെയ്തു തോരുന്നത്. സുഹറ കുട്ടായാണ് കോന്തലയിൽ കെട്ടിയ ചാർമിനാറുകളുടെ കഥാകാരി. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തിരൂർ സാംസ്കാരിക സഹകരണ സംഘമാണ്.